അമ്പലപ്പുഴ ക്ഷേത്രം AD 15-17 കാലഘട്ടത്തിൽ പ്രാദേശിക ഭരണാധികാരി ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാൻ പണി കഴിപ്പിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഓട്ടൻതുള്ളലിന്റെ ഉത്ഭവം. ക്ഷേത്രത്തിലെ ചാക്യാർ കൂത്തിന് കുഞ്ചൻ നമ്പ്യാർ മിഴാവ് വാദകനായിരുന്നു. ഉറങ്ങിപ്പോയ നമ്പ്യാരെ ചാക്യാർ കളിയാക്കി. അവിടെ നിന്നാണ് ഓട്ടൻതുള്ളൽ എന്ന കലയുടെ ഉത്ഭവം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രവൃത്തിയിൽ മനംനൊന്ത് ചാക്യാർ ചെമ്പകശ്ശേരി രാജാവിനോട് പരാതി പറഞ്ഞു. രാജാവ് ഓട്ടൻതുള്ളൽ അങ്ങനെ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നത് വിലക്കി. 1789 ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് ഇവിടെ സൂക്ഷിച്ചിരുന്നു. പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണ സന്യാസിയായിരുന്ന വില്ലോമംഗലം സ്വാമിമാരുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ. ഭഗവാൻ ആൽമരത്തിന്റെ കൊമ്പിൽ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ ആൽമരവും അതിനാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളും ക്ഷേത്രം പണിയാൻ വാങ്ങുകയായിരുന്നു. കുറ്റമറ്റ വാസ്തുവിദ്യക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. പ്രസിദ്ധമാണ് അമ്പലപ്പുഴ പാൽപായസം. ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടകർക്ക് നൽകുന്ന പ്രസാദം അല്ലെങ്കിൽ വഴിപാടാണത്. ഈ ക്ഷേത്രത്തിൽ ദിവസവും 100 ലിറ്ററിലധികം പ്രസാദം തയ്യാറാക്കുന്നു. ഭഗവാൻ ദിവസവും ഈ പായസം കഴിക്കാൻ ഇവിടെ എത്തുന്നു എന്നാണ് വിശ്വാസം. അമ്പലപ്പുഴ പാൽപായസം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ജീവിതത്തിൽ അതിന്റെ രുചി എന്നും ഓർത്തിരിക്കും.